ആൻഡ് ഫിസിയോളജി ചാപ്റ്റർ വൈസ് ആയി പഠിക്കാൻ ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്. അത് മനസ്സിലായാൽ ഓരോ ചാപ്റ്ററും കുറച്ച് ഈസിയായി നിങ്ങൾക്ക് തോന്നും. ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് സാധാരണ വരുന്ന കൺഫ്യൂഷൻ ഇതാണ്: ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, എന്താണ് ഇമ്പോർട്ടൻറ്റ്, എങ്ങനെ ഇത് റിവൈസ് ചെയ്യണം എന്നിങ്ങനെ. പലരും ബുക്ക് തുറന്ന് ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ വായിക്കാൻ തുടങ്ങും. പക്ഷേ അനാട്ടമി ആൻഡ് ഫിസിയോളജി അങ്ങനെ പഠിച്ചാൽ സമയം പോകും, അതുപോലെ ക്ലാരിറ്റിയും കുറയും. ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യും. അതായത് ഓരോ ചാപ്റ്ററും 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഡെഫിനിഷൻ, സെക്കൻഡ് സ്ട്രക്ചർ, തേർഡ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, റെസ്പിറേറ്ററി സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം റെസ്പിറേഷൻ എന്താണെന്ന് മനസ്സിലാക്കൂ. പിന്നെ നോസ്, ട്രക്കിയ, ലങ്സ്, ആൽവിയോളെ എന്നീ സ്ട്രക്ചേഴ്സ് പഠിക്കും. അതിനുശേഷം ഓക്സിജൻ എക്സ്ചേഞ്ച് എങ്ങനെ നടക്കുന്നു എന്ന് പഠിക്കുക. ഇങ്ങനെ ഓരോ ചാപ്റ്ററും ഡെഫിനിഷൻ, സ്ട്രക്ചർ, ഫംഗ്ഷൻ ആയി പഠിച്ചാൽ ആൻസർ എഴുതാനും നിങ്ങൾക്ക് ഈസി ആവും. ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ഡയഗ്രാം നോക്കുക, പിന്നെ 5 കീ പോയിന്റ്സ് എഴുതുക. ലാസ്റ്റ് ആ ചാപ്റ്റർ സ്വന്തം വാക്കുകളിൽ 2 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ട്രൈ ചെയ്യുക. സ്കെൽറ്റൽ സിസ്റ്റം ആണെങ്കിൽ ബോൺ നെയിംസ് മാത്രം പഠിക്കരുത്, ജോയിന്റ് മൂവ്മെന്റ് എന്തിനു വേണ്ടിയാണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ ഓർഗൻസ് മാത്രം പഠിക്കരുത്, ഫുഡ് എങ്ങനെ ഡൈജസ്റ്റ് ആകുന്നു എന്ന് ഫ്ലോ ആയിട്ട് തന്നെ പഠിക്കുക. ഇങ്ങനെ പഠിച്ചാൽ എക്സാമിനും ക്ലിനിക്കൽ അണ്ടർസ്റ്റാൻഡിനും ഒരേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പക്ഷേ ചാപ്റ്റർ പഠിച്ച ശേഷം അത് എക്സാം ആൻസർ ആയി എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ചാപ്റ്റർ വൈസ് സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. ഇങ്ങനെ സിമ്പിളായി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.